നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടിക്രമങ്ങൾക്കിടയിൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് പ്രവേശനാനുമതി നൽകിയിരിക്കുകയാണ് ഖത്തർ. ഫിലിപ്പീൻസ്, ഇന്ത്യ, ശ്രീലങ്ക, കെനിയ, എത്യോപ്യ, ബംഗ്ലാദേശ്, എറിട്രിയ എന്നീ 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഗാർഹിക തൊഴിലാളികളായി നിയമിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് താൽക്കാലികമായി കുടിയേറ്റ തൊഴിലാളികളുടെ നിയമനം നിർത്തിവെച്ച ശേഷം തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന നടപടികൾ തുടങ്ങുന്നതായി ഖത്തറിലെ ഭരണവികസന മന്ത്രാലയം കഴിഞ്ഞ നവംബറിൽ അറിയിച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ യാത്രയും തിരിച്ചുമുള്ള നിബന്ധനകൾ അനുസരിച്ചായിരിക്കുമെന്ന് ലേബർ എൻട്രി പോളിസി മന്ത്രാലയം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച രാജ്യത്തെ കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജോലിസ്ഥലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനശേഷി 50% കുറച്ചിരുന്നു. സൈനിക, സുരക്ഷ, ആരോഗ്യ മേഖലകളിൽ ഈ നിയന്ത്രണം ബാധകമല്ല. സിനിമകൾ, തിയേറ്ററുകൾ, ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി സലൂണുകൾ, മ്യൂസിയം, പബ്ലിക് ലൈബ്രറികൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം കോവിഡ്-19 വാക്സിൻ 2 ഡോസും സ്വീകരിച്ചവരിൽ 98.4% പേരും കോവിഡിൽ നിന്ന് സുരക്ഷിതരെന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെന്റർ മെഡിക്കൽ സെന്റർ ഡോക്ടർ മുന അൽ മസ്ലമാനി അറിയിക്കുകയുണ്ടായി. മാർച്ച് 28 വരെ 4 ലക്ഷത്തിലധികം പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചു. ഇവരിൽ 1.5% പേർക്ക് മാത്രമാണ് വൈറസ് ബാധിച്ചത്. 98.4% പേർ സുരക്ഷിതരാണെന്നും ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ അൽ മസ്ലമാനി കൂട്ടിച്ചേർത്തു. ജനുവരി മാസത്തിൽ 7,796 പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ഇവരിൽ 57 പേർക്ക് മാത്രമാണ് വാക്സിൻ എടുത്തിട്ടും രോഗബാധ ഉണ്ടായത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട 1160 പേരിൽ 7 പേർ മാത്രമാണ് വാക്സിൻ എടുത്തവരുണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ പുരോഗമിച്ചു വരികയാണ്. നിലവിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 27 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും QNCC കേന്ദ്രത്തിലും ലൈസ്ലയിലും വക്ര ജനൂബ് സ്റ്റേഡിയത്തിലെയും ഡ്രൈവ് ത്രൂ സെന്ററുകളിലെയും വാക്സിൻ ലഭ്യമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പുതിയ വാക്സിനേഷൻ കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മുൻ മെഡിക്കൽ കമ്മീഷൻ കെട്ടിടത്തിലാണ് പുതുതായി വാക്സിനേഷൻ കേന്ദ്രം തുറന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലും സമീപ പ്രദേശങ്ങളിലും തൊഴിലെടുക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് പുതിയ കേന്ദ്രത്തിന്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. മുൻഗണന പട്ടികയിലുള്ളവർക്ക് ആദ്യ ഡോസും 2ാം ഡോസും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയിൽ 6 ദിവസമാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.